ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലുള്ള തിരുമല കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം വെറുമൊരു ആരാധനാലയം എന്നതിലുപരി സനാതനധർമ്മത്തിന്റെ ആഴത്തിലുള്ള വിശ്വാസങ്ങളും ചരിത്രപരമായ പ്രാധാന്യവും സമ്മേളിക്കുന്ന ഒരു മഹാതീർത്ഥാടന കേന്ദ്രമാണ്. ആത്മീയതയുടെയും വാസ്തുവിദ്യയുടെയും മകുടോദാഹരണമായി നിലകൊള്ളുന്ന ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ഒരു പ്രസിദ്ധ വൈഷ്ണവ ക്ഷേത്രമാണ്. കലിയുഗ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഈ പുണ്യഭൂമി ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മഹാവിഷ്ണുവിനെ ലക്ഷ്മി ഭൂമിദേവി സമേതനായി വെങ്കടേശ്വരൻ എന്ന പേരിൽ ഇവിടെ ആരാധിക്കുന്നു. ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഈ ക്ഷേത്രത്തിൽ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയായ മഹാലക്ഷ്മിക്ക് മഹാവിഷ്ണുവിനൊപ്പം പ്രാധാന്യമുണ്ട്. തിരുപ്പതിയിൽ മഹാലക്ഷ്മി പത്മാവതി എന്നറിയപ്പെടുന്നു. തമിഴ് ഭക്തകവികളായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പൂർവഘട്ട മലനിരകളിലെ 7 കുന്നുകളായ ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കിടാദ്രി എന്നിവയിൽ അവസാനത്തേതായ വെങ്കിടാദ്രിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ക്ഷേത്രം സപ്തഗിരി എന്ന പേരിലും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്വാമി പുഷ്കരണി എന്ന വലിയ കുളം ഭക്തർക്ക് ആശ്വാസവും ആത്മീയതയും പകർന്നു നൽകുന്നു. പ്രധാന പ്രതിഷ്ഠയായ വെങ്കടേശ്വരൻ, ബാലാജി, ശ്രീനിവാസൻ, ഗോവിന്ദൻ, സപ്തഗിരീശ്വരൻ, ആദിനാരായണൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കലിയുഗത്തിൽ ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റാൻ അവതരിച്ച പ്രത്യക്ഷ ദൈവമായാണ് വെങ്കടേശ്വരനെ ഭക്തർ കരുതുന്നത്. പ്രധാന ശ്രീകോവിലിൽ വെങ്കടേശ്വരനൊപ്പം ശ്രീകൃഷ്ണൻ, രുക്മിണി, ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ നരസിംഹമൂർത്തി, ഹനുമാൻ, കുബേരൻ, ഗരുഡൻ, വരദരാജൻ, ശേഷനാഗം തുടങ്ങിയ ഉപദേവന്മാരും. തലമുണ്ടനം ചെയ്യുക, കാണിക്ക അർപ്പിക്കുക എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും ഐശ്വര്യത്തിനും മോക്ഷപ്രാപ്തിക്കും വേണ്ടിയാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നവദമ്പതികൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ വിശേഷമായി കരുതുന്നു. ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള ഹൈന്ദവ ക്ഷേത്രം കൂടിയാണിത്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നു. വിശേഷാവസരങ്ങളിൽ എണ്ണം ലക്ഷക്കണക്കാകും. ശ്രീ വെങ്കടേശ്വര ബ്രഹ്മോത്സവം, പത്മാവതി തിരുക്കല്യാണം, സ്വർഗവാതിൽ ഏകാദശി, രാമനവമി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, ദീപാവലി എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ. തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന സംഘടനയാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. തിരുപ്പതിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് പ്രസിദ്ധമായ ശ്രീ കാളഹസ്തി ശിവക്ഷേത്രം. തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരാധനാലയം. തിരുപ്പതി, റെനിഗുണ്ട എന്നിവയാണ് അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ. കേരളത്തിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഇവിടേക്ക് ധാരാളം ട്രെയിൻ സർവീസുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പന്നവും തിരക്കേറിയതുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ തിരുപ്പതി ഭക്തർക്ക് കേവലം ഒരു ക്ഷേത്രമല്ല, മറിച്ച് ആത്മീയമായ ഉണർവും മോക്ഷവും പ്രദാനം ചെയ്യുന്ന പുണ്യഭൂമിയാണ്. കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാൻ മഹാവിഷ്ണു സ്വയം അവതാരമെടുത്ത സ്ഥലമായാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. തിരുപ്പതിയിലെത്തുന്ന ഭക്തർക്ക് കലിയുഗ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തിന്റെ മഹത്വം അനുഭവിക്കാൻ അങ്ങനെ സാധിക്കുന്നു. തിരുപ്പതി ക്ഷേത്രത്തിന്റെ ആഴത്തിലുള്ള ഐതിഹ്യം ഭക്തരെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഭൃഗു മഹർഷി നടത്തിയ പരീക്ഷണമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായതെന്ന് പുരാണങ്ങളിൽ പറയുന്നു. ഒരിക്കൽ ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നറിയാൻ മഹർഷി ബ്രഹ്മാവിനെയും ശിവനെയും സന്ദർശിച്ചു. എന്നാൽ അവർക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യമില്ലായിരുന്നു. തുടർന്ന് വൈകുണ്ഠത്തിലെത്തിയ മഹർഷി മഹാവിഷ്ണുവിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ഇതിൽ കോപിച്ച മഹാലക്ഷ്മി വൈകുണ്ഠം വിട്ട് ഭൂമിയിലേക്ക് പോയി. ലക്ഷ്മിയില്ലാതെ വിഷമത്തിലായ മഹാവിഷ്ണു ശ്രീനിവാസൻ എന്ന പേരിൽ മാനവരൂപം സ്വീകരിച്ച് തിരുമലയിൽ തപസ് ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം പത്മാവതി എന്ന രാജകുമാരിയെ വിവാഹം കഴിച്ചു. വിവാഹത്തിന് പണമില്ലാതിരുന്ന ശ്രീനിവാസൻ ധനത്തിന്റെ ദേവനായ കുബേരനിൽ നിന്ന് ഒരു വലിയ തുക കടം വാങ്ങി. ഈ കടം വീട്ടാൻ തന്റെ ഭക്തർ നൽകുന്ന കാണിക്കകൾ ഉപയോഗിക്കാമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. പിന്നീട് ഭഗവാൻ മഹാവിഷ്ണു മഹാലക്ഷ്മിയെയും പത്മാവതിയെയും നെഞ്ചിൽ വഹിച്ചുകൊണ്ട് കലിയുഗ ദുരിതങ്ങൾ അകറ്റാൻ തിരുമലയിൽ സ്വയം ശിലയായി മാറി. അങ്ങനെ ലക്ഷ്മീദേവി ഭഗവാന്റെ ഇടതുഭാഗത്തും പത്മാവതി വലതുഭാഗത്തും കുടികൊണ്ടു. ഈ ഐതിഹ്യമാണ് തിരുപ്പതിയിൽ ഭക്തർ കാണിക്ക അർപ്പിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം. മനസ്സറിഞ്ഞ് എന്ത് സമർപ്പിക്കുന്നോ അത് ഇരട്ടിയായി ഭക്തന് തിരികെ ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ദർശനത്തിന്റെ കാര്യത്തിലും തിരുപ്പതിക്ക് അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. തിരുപ്പതി ഭഗവാനെ ദർശിച്ചാൽ എനിക്ക് ദർശനം കിട്ടിയെന്ന് പറയാതെ എനിക്ക് ദർശനം തന്നു എന്ന് പറയുന്നതാണ് ഉചിതമെന്ന് വിശ്വസിക്കപ്പെടുന്നു.
ഇത് ഭക്തനിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വഴിയാണ്. തിരുപ്പതിയിലെ പ്രധാന വഴിപാടുകളിലൊന്നായ തലമുണ്ടനം ചെയ്യലും ഇതേ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. മനുഷ്യ മനസ്സിലെ ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. തലമുണ്ടനം ചെയ്ത ശേഷം കുളിച്ചാണ് ഭക്തർ വെങ്കിടേശ്വരനെ ദർശിക്കാൻ എത്തുന്നത്. ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പുലർച്ചെ നടക്കുന്ന സുപ്രഭാത പൂജ മുതൽ അത്താഴ പൂജ വരെ ദിവസവും 6 പൂജകൾ നടക്കുന്നു. തിങ്കളാഴ്ചകളിലെ വിശേഷാൽ പൂജ, ചൊവ്വാഴ്ചകളിലെ അഷ്ടദളപാദ പത്മാരാധന, വെള്ളിയാഴ്ചകളിലെ അഭിഷേകം എന്നിവ പ്രധാനപ്പെട്ടതാണ്. തിരുപ്പതിയിലെ യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും ഭക്തർക്കേറെ സഹായകരമാണ്. തിരുപ്പതിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുമല. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് 24 മണിക്കൂറും ബസ് സർവീസുകൾ ലഭ്യമാണ്. കൂടാതെ നടന്നു പോകുന്ന ഭക്തർക്കായി പ്രത്യേക വഴികളും ഒരുക്കിയിട്ടുണ്ട്. താമസത്തിനായി ദേവസ്വത്തിന്റെ കീഴിൽ കുറഞ്ഞ വാടകയ്ക്ക് മുറികളും കോട്ടേജുകളും ലഭ്യമാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ താമസം കൂടുതൽ എളുപ്പമാവും. തിരക്കുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ദർശനം വേഗത്തിലാക്കാൻ സഹായിക്കും. ആധാർ കാർഡ് ഉപയോഗിച്ച് സൗജന്യ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അതിമനോഹരമായ ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം വാസ്തുവിദ്യയുടെ ഒരു വിസ്മയം തന്നെയാണ്. 800കളിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇന്നും ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. തിരുപ്പതിയുടെ സമീപത്തായി 100 കണക്കിന് ക്ഷേത്രങ്ങൾ കാണാം. ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം മാത്രമല്ല, സമീപത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളും ഭക്തർ സന്ദർശിക്കാറുണ്ട്. ഈ ക്ഷേത്രങ്ങൾ ഓരോന്നും അതിൻ്റെതായ ചരിത്രവും ഐതിഹ്യങ്ങളും പേറി നിലകൊള്ളുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായ തിരുപ്പതി എല്ലാ വർഷവും കോടിക്കണക്കിന് വരുമാനം നേടുന്നു. ഈ വരുമാനം ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനും ഭക്തർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഒപ്പം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു. ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും അതുല്യമായ സംഗമ കേന്ദ്രമാണ് തിരുപ്പതി.